ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഹോൾബോണിലെ സ്പെൽബൗണ്ട് എംപോറത്തിന്റെ മുന്നിലാണുള്ളത്. ഇതൊരു അടിപൊളി ഹാരി പോട്ടർ ഷോപ്പാണ്. ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ഒരു ഷോപ്പും കൂടിയാണിത്. സോ നമുക്ക് ഇതിന്റെ അകത്തെ കാഴ്ചകളൊന്ന് പോയി കണ്ടിട്ട് വരാം. നമ്മളങ്ങനെ ഈ ഷോപ്പിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരാളെ പരിചയപ്പെടാം. നമുക്ക് ഈ ഷോപ്പിന്റെ പ്രത്യേകതകളും എന്തൊക്കെയാ ഇതിന്റെ സവിശേഷതകളും നമുക്കൊന്ന് പോയി ചോദിക്കാം. എന്താണ് പേര്? അസ്ലം എന്റെ പേര്. ഈ ഷോപ്പിന്റെ പേര് സ്പെൽബൗണ്ട് എംപോറിയം. ഞങ്ങളുടെ സ്പെഷ്യലിറ്റി ഹാരി പോട്ടർ, ഗെയിം ഓഫ് ത്രോൺസ്, ഹൗസ് ഓഫ് ഡ്രാഗൺസ്, പോക്കിമോൺ അങ്ങനത്തെ ഐറ്റംസ് ആണ്. ഞങ്ങളെ ഏജ് ഡെമോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ട് ഈ 3 years old തൊട്ട് കണ്ട് ഡയറക്റ്റ് 91-92 years old ഉള്ള കസ്റ്റമേഴ്സ് വരെ ഉണ്ട്. അതായത് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള കസ്റ്റമേഴ്സും ഇവിടെ വരാറുണ്ടെന്നാണ് ഇവൻ പറയുന്നത് അല്ലേ? അവരിങ്ങനെ ഇങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം അവർക്ക് വേണോ, അല്ലെങ്കിൽ ടോയ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ, എന്താണ് അവർ കൂടുതൽ അവർ വാങ്ങിക്കാൻ വേണ്ടിട്ട് ഇത് കാണിക്കാറ്? ഹാരി പോട്ടറിന്റെ ഫാൻസ് ആണ് ജനറലായി അവർ ആദ്യം ചോദിക്കുന്നത് ഇവരെ മാജിക്കൽ വോൺസുകൾ ഉണ്ടോ. വോൺസുകളുടെ കളക്ഷൻ ഇവിടെ തൊട്ടടുത്തുണ്ട്. പല വെറൈറ്റി ഉണ്ട്, എല്ലാ ക്യാരക്ടേഴ്സിന്റെ ഏകദേശം ഉണ്ട്. ഇവിടെ ഹാറിന്റെ ഉണ്ട്, ചോച്ചാൻ മൾട്ടിപ്പിൾ എല്ലാ ക്യാരക്ടേഴ്സിന്റെ ഉണ്ട്. അതേപോലെ ലൈറ്റ് ഓഫ് വോൺസ് ഉണ്ട്. നമുക്ക് ഇതുവരെ ഉണ്ട് ലൂസിയസ് മാൽഫോയ് എന്ന ക്യാരക്ടറിന്റെ ആണ്. അതിനുള്ളിൽ തുറന്നാല് അതിന്റെ ഉള്ളിൽ കൺസീൽഡ് ആയ ബോണ്ട് വരെ. അപ്പൊ അതിങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഹൈഡ് വെച്ചോ, ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇതാണ് ഹൈഡ് ചെയ്ത് വെച്ച് അവരുടെ പിന്നെ കുറച്ച് പോപ്പുലർ ഐറ്റംസ് നമുക്കുള്ളത് ഹാൻഡ് പെയിന്റഡ് ആയ ഗോബ്ലെറ്റ്സ് ഒക്കെ ഉണ്ട്. ഗോബ്ലെറ്റ്സ്, ടാങ്കേഡ്സ്, അങ്ങനത്തെ കുറെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഇവിടെ നമുക്ക് ലോർഡ് ഓഫ് ദി റിംഗ്സിന്റെ ഇതുണ്ട്, സൗറോന്റെ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന ഗോബ്ലെറ്റ്, ഗെയിം ഓഫ് ത്രോൺസിന്റെ ടാങ്കേഡ് ഉണ്ടായിട്ട് 3 ഡ്രാഗൺസ് ഒക്കെ സൈഡിലുള്ളത് എല്ലാം ഹാൻഡ് പെയിന്റഡ് ആണ്. ഇവിടെ UK ലാങ്കഷറില്. അതേപോലെ ഗോബ്ലെറ്റ്സ് നമുക്ക് പല ക്യാരക്ടേഴ്സിന് റോ ഹാൻഡഡ് ഉണ്ട്, ഫ്രോഡോ, പിന്നെ നമുക്ക് ഹാരി പോട്ടർ, ഡോബി, പല വെറൈറ്റി ഉണ്ട്. അതേപോലെ ഗോബ്ലെറ്റ് ടാങ്കഡ് അതിന്റെ വലിയ വെറൈറ്റിയും. അപ്പൊ എങ്ങനെയാ ഇത് ശരിക്കും എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ നിങ്ങൾ എങ്ങനെ സ്റ്റുഡൻസിന് പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് അങ്ങനെ സ്റ്റുഡൻസിന് ഇവിടെ 10% ഡിസ്കൗണ്ട് ഉണ്ട്. അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് അവർക്ക് വല്ല NUS കാർഡ് അല്ലെങ്കിൽ സ്റ്റുഡന്റ് ID അങ്ങനത്തെ വല്ലതും കാണിച്ചു തന്നാൽ മതി. സോ ഏറ്റവും കൂടുതൽ അപ്പൊ സ്റ്റുഡൻസ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. എനിക്ക് ആക്ച്വലി ഞാൻ അത്രയും വലിയൊരു ഹാരി പോട്ടർ ഫാൻ അല്ല, പക്ഷെ ഇയാള് പറയുന്നത് കേട്ട് എനിക്കും ഒരു ചെറിയൊരു എന്താ ഒരു ആകാംക്ഷ, എന്താണ് ഇതിനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ട് ഒരു ആകാംക്ഷയുണ്ട്. അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യത്തിന് നമുക്ക് കടക്കാം. ബ്രൂംസ്റ്റിക്ക് ഫുൾ സൈസ് 1:1 റെപ്ലിക്ക ആണ്. ഇതാണല്ലേ? എനിക്ക് നമ്മള് ഒരിക്കൽ വർക്ക് ചെയ്തെന്നല്ലാണ്ട് എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല കേട്ടോ. ഞാനിപ്പോ ഒരു 2 വർഷത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു ഹാരി പോട്ടർ ഷോപ്പിൽ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ശരിക്കും എനിക്കുണ്ട്. ശരിക്കും നമുക്ക് പല പ്ലഷബിൾസ് ഉണ്ട്, പല വെറൈറ്റി ബുക്ക് ബാഗ്സ്, ടോട്ട് ബാഗ്സ്, പറഞ്ഞാൽ എല്ലാ ടൈപ്പ് വെറൈറ്റി ഉണ്ട്. സ്റ്റേഷനറീസ് വരുന്നുണ്ട്, കിഡ്സിന്, സ്കൂൾ കിഡ്സ്, ഹുഡീസ് ഉണ്ട്. നമുക്ക് ചില ഹുഡീസ് ഒന്നും ചില ആൾക്കാർ പറയലുണ്ട് അവര് സ്റ്റുഡിയോയിൽ പോയി കെട്ടുകളി സാധനം കാണില്ല. സ്റ്റുഡിയോയിൽ പറഞ്ഞാൽ അവർ മെയിനായി എങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കിയ പ്രോസസ് ഒക്കെ ഉണ്ടാവുക. അതുകൊണ്ട് അവർ ഷോപ്പ് സ്പെഷ്യലൈസ്ഡ് ആയ ഒരു ടൈപ്പ് അല്ല, നമ്മളത് സ്പെഷ്യലൈസ്ഡ് കൂടുതൽ ഐറ്റംസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് അപ്പൊ ടോട്ട് ബാഗ്സും അതുപോലെ സ്റ്റേഷനറീസും ഇവിടെ ഇതൊരു കംപ്ലീറ്റ്ലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഹാരി പോട്ടർ ഷോപ്പാണ്. ഇതിന്റെ അകത്ത് എല്ലാം അടിപൊളി ഐറ്റംസ് ആണ്. പിന്നെ ഇവരിത് എന്താ പറയാ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതും അടിപൊളിയാണ്. ഹാരി പോട്ടറിന്റെ ബുക്സ് ഉണ്ട്, സൺഗ്ലാസസ് ഉണ്ട്, പിന്നെ എന്താ പറയാ ഇതെന്താണ് ശരിക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും ഹാരി പോട്ടർ സാധനങ്ങൾ കളക്ട് ചെയ്യാനും. അവർക്ക് ഭയങ്കര ഇതിലൊരു ക്രേസിനെസ് ശരിക്കും അവർക്ക് ഉണ്ടല്ലേ? ഉണ്ട്. അതേപോലെ കുറെ ടീനേജേഴ്സും ഭയങ്കര ഫാൻസ് ആണ്. പിന്നെ ഇത് ഇറങ്ങിയ സമയത്ത് മെജോറിറ്റി ആ സ്റ്റുഡൻസ് ഇപ്പോ മില്ലേനിയൽസ് ഒക്കെ ആവും. അപ്പോ ഒരു 20 to 30 years old കുറെ ഫാൻസുകളുണ്ട് ആ ഏജ് ഗ്രൂപ്പില്. അവരൊക്കെ വന്നിട്ട് കുറെ വോൺസുകളൊക്കെ പർച്ചേസ് ചെയ്ത് പോകുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ലോർഡ് ഓഫ് ദി റിംഗ്സ് ചെയ്യുന്നത് അവിടെ കാണിച്ച പോലെ. പിന്നെ അതുപോലെ പീക്കി ബ്ലൈൻഡേഴ്സ് അതിന്റെ ഹാറ്റ്സിന്റെ ഫ്രണ്ടില് പോക്കിമോൺ ഉണ്ട്. അതൊക്കെ കുറെ പോലുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പേഴ്സുകളുണ്ട്, നമുക്ക് ഇങ്ങനെ ഡോർമ വെക്കുന്ന ബോർഡുകളുണ്ട്, പിൻ ബാഡ്ജസ്, നെക്ലസസ്, പിന്നെ അതുപോലെ ഇയറിംഗ്സ്, ചാംസ്, ക്രിസ്മസ് ഡെക്കറേഷൻസ്. ഇപ്പൊ ക്രിസ്മസ് ഇപ്പൊ അപ്കമിങ് ആണല്ലോ, അപ്പൊ അതിന് ഒരു ഹോൾ സെക്ഷൻ ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വാച്ചസ്, നെക്ലസ് വാച്ചുകൾ, അതിൽ ഏറ്റവും പോപ്പുലർ നമ്മൾ സ്നിച്ച് വാച്ച് ഉണ്ട്. ഓപ്പൺ ചെയ്താൽ അതിന്റെ ഉള്ളില് നമുക്ക് പിന്നെ കീറിങ്സ് ഹൈലി പോപ്പുലർ ആണ്. പിന്നെ നമുക്ക് ഓരോ ഹൗസിന് ഡെഡിക്കേറ്റഡ് ആയ സെക്ഷൻസ് ഉണ്ട്. ഇവിടെ ഗ്രിഫിൻഡോർ ഉണ്ട്, സ്ലിതറിന്, ഹോഗ്വാർട്സ്, പിന്നെ നമ്മളെ റേവൻക്ലോ, ഹഫിൾപഫ്.
സോ ഇത് ഏജ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര മുതലാണ്? കിഡ്സ് എവിടുന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും? ക്ലോത്തിങ് 0 തൊട്ടുണ്ട്. പക്ഷെ മെയിന് നമ്മളെ ഫാൻസി വരുന്നത് ജനറലി ഒരു 6 year old തൊട്ട്. കാരണം അവർക്കാണല്ലോ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. അതെ അതന്നെ കറക്റ്റ്. പിന്നെ അവര് നോർമലി ഇവിടെ ഈ UK പറഞ്ഞാല് ഈ ചെറുപ്പത്തിൽ ഒരു 3ാം ക്ലാസ് 2ാം ക്ലാസ് തൊട്ടിട്ടാണ് ഹാരി പോട്ടർ ബുക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ 3ാം ക്ലാസ് വെച്ചിട്ട് അവർ ആ ബുക്ക് ഓപ്പൺ ചെയ്ത് റീഡ് ചെയ്യുമ്പോൾ അപ്പൊ കുറെ ആൾക്കാർ ഭയങ്കര ഫാൻസ് ആയി. ശരിക്കും അതൊരു കുട്ടികളെ ശരിക്കും ഒരു ഫാന്റസി വേൾഡിൽ നിൽക്കുന്നതാണല്ലോ ഈ ഒരു ഹാരി പോട്ടറും അതിനെ പറ്റിയിട്ടുള്ള കഥകളും കാര്യങ്ങളൊക്കെ. അവർ കൂടുതലായിട്ടും ഫ്രണ്ട്സിന്റെ അടുത്ത് ആയിക്കോട്ടെ സ്കൂളിൽ നിന്ന് ആയിക്കോട്ടെ അല്ലാണ്ട് അവർക്ക് നേരിട്ടും അവർ ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നു ഹാരി പോട്ടറിന്റെ ഒരു മ്യൂസിയം തൊട്ടടുത്തുണ്ടല്ലോ. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ കളക്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ അത് മൂവി ശരിക്കും പറഞ്ഞാൽ UK ബേസ്ഡ് ആണ്, ലണ്ടനിൽ ബേസ്ഡ് ആണ്. അവര് തുടക്കം പറഞ്ഞാല് 9 3/4 കിങ്സ് ക്രോസിലാണ്. അതുകൊണ്ട് ഒരു 30 minutes നടന്നു പോകാനുള്ള ഡിസ്റ്റൻസ് ഉണ്ട്. അതിന്റെ ആ റെക്കോർഡിംഗ് പൊസിഷൻ നമുക്ക് വോളിമർ റൺ ചെയ്യുന്ന നമുക്കൊരു ലൈവായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്താണെന്നുള്ളത്. അപ്പൊ അത് കുട്ടികൾക്ക് ഭയങ്കര ഒരു കൗതുകമായിരിക്കും, പ്രോപ്പർ എക്സ്പീരിയൻസ് ആവും. നമുക്ക് കുറെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്, അവർക്ക് പെർഫെക്റ്റ് ആയ ഐറ്റംസ് ആണ് ഇത്. പിന്നെ നമുക്ക് മഗ്സുകളുണ്ട്, ജനറൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? മഗ്സ് നിങ്ങൾ കസ്റ്റമൈസ് അല്ലാണ്ട് നിങ്ങൾ ഡയറക്റ്റ് ഇങ്ങനെ കൊടുക്കുകയാണ്? നെയിംസും കാര്യങ്ങളൊക്കെ ഇൻസേർട്ട് ചെയ്യണമെന്ന് പറയാമോ? അങ്ങനെ കസ്റ്റമേഴ്സ് വരാറുണ്ടോ? ആ സർവീസ് ചെയ്യാം. ഞങ്ങൾക്കുള്ളത് ഡയറക്റ്റ് ഞങ്ങൾ മാനുഫാക്ചേഴ്സിന്റെ പർച്ചേസ് ചെയ്തിട്ട്. പിന്നെ വാട്ടർ ബോട്ടിൽസ്, പിന്നെ കുറച്ച് ഫിഗറീൻസ്, ഫംഗോ ബോക്സ്, ഇത് കളക്റ്റബിൾ ആണ്. മ്യൂസിക് ബോക്സുകള്, നമ്മളെ നോവൽ ക്യാപ്സ്, പിന്നെ നമ്മളെ കുറച്ചും കൂടി വെറൈറ്റി ടാങ്കറ്റ്സ്, ഗോബ്ലറ്റ്സ്, പിന്നെ സ്നോ ഗ്ലോബ്സ്. ഇപ്പൊ ക്രിസ്മസ് അപ്രോച്ചിങ് ആയതുകൊണ്ട് കുറെ വെറൈറ്റികൾ. പിന്നെ നമ്മളെ പോക്കിമോൺ ഏരിയ, ആനിമേ ഏരിയ, അതൊക്കെ ഇവിടെ ശരിക്കും കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുമല്ലോ പോക്കിമോനും ഒരുപാട് കാർട്ടൂൺസ് ഒക്കെ അവർക്ക് കാണുന്നതുകൊണ്ട് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? ഞങ്ങള് മാക്സിമൈസ് കളർഫുൾ ആക്കിയിരിക്കുന്നത്, അപ്പൊ പെട്ടെന്ന് അവർക്ക് അട്രാക്റ്റീവ് ആയെന്ന് തോന്നുന്നത്. ഇതിനു വേണ്ടി നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ ഒരു ഇത് ഡെഡിക്കേറ്റഡ് ഏരിയ. ഡ്രാഗൺ ചെസ് സെറ്റുകളത്, ഇത് ഞങ്ങൾ ഫസ്റ്റ് മൂവിയിൽ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. ഫുൾ ആയിട്ടുള്ള ചെസ് സെറ്റും പിന്നെ അതേപോലെ അഫോർഡബിൾ തൊട്ട് ഹൈ പ്രീമിയം റേഞ്ച് വരെ ഉണ്ട് ഞങ്ങൾ. അപ്പൊ ഞങ്ങൾക്ക് വില കുറച്ച് ഞങ്ങൾക്ക് കീറിങ്സ് തൊട്ടുണ്ട്. കീറിങ്സ് ഒക്കെ 699, ചിലത് 299 ഒക്കെ തൊട്ടുണ്ട്. ആ ഡയറക്റ്റ് തൊട്ടിട്ടാണ് ഞങ്ങൾ വില 700-800 പൗണ്ട് റേഞ്ച് വരെയുള്ള ഐറ്റംസ് വരെ ഉണ്ട്. അത് ചെസ് സെറ്റ് അവിടെ 700. എനിക്ക് തോന്നുന്നു ഇപ്പം ശരിക്കും ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഒരിക്കലും ഈ ഒരു എന്താ പറയാ ഒരു എമൗണ്ടിന്റെ കാര്യത്തിൽ അവർക്ക് ഒരു പ്രശ്നവും ഇല്ലാന്നുള്ളത്. കാരണം അവർക്ക് അവരുടെ പിന്നെ എന്താ പറയാ അവർക്ക് എപ്പോഴും സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ആണ് ഇവിടെ കാണുന്നത് അല്ലേ? അപ്പൊ അവര് ശരിക്കും ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു മണീനെ അവർ ശരിക്കും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല എന്ന് തോന്നുന്നു. നമ്മൾ കോമൺ ആയ ഡിസ്നിന്റെയും പെപ്പർ പിഗ് അങ്ങനെ പല ക്യാരക്ടേഴ്സിന്റെ സൂപ്പർ ഹീറോസിന്റെ ടീസ് വരുന്നുണ്ട്. UK എല്ലാവരും ചായ കുടിക്കും. അപ്പൊ ഹാരി പോട്ടർ ടീ നമ്മള് ഡിഫറെന്റ് സ്ലിതറിൻ, റേവൻക്ലോ, ഹഫിൾപഫ്. പിന്നെ നമ്മുടെ ക്ലാസിക് സീൻ എന്താ അതിൽ ഓർമ്മ ഉണ്ടാവും, ഈ ഡിസ്കസ്റ്റിംഗ് ടേസ്റ്റ് ഉള്ള എങ്ങനെ മിസ്റ്ററി ജില്ലി ബീൻസ് മതി നമ്മളെ കയ്യിലുണ്ട്. പല വെറൈറ്റി ബർഗർ, ബ്ലൂബെറി, അതേപോലെ ബ്ലാക്ക് പെപ്പർ, ഡേർട്ട്, ഗ്രാസ്, ഇയർ വാക്സ്, പല ടൈപ്പ് ഇത് വോമിറ്റ് വരെ ഉണ്ട് ഇതിന്റെ ഫ്ലേവേഴ്സ്. കിഡ്സിന് പറ്റിയ ഐറ്റമാണല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്പെൽ ബൗണ്ട് എംപോറിയത്തിന്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. സോ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയ വീഡിയോ നമ്മൾ വീണ്ടും വരുന്നവരെ ബൈ.